പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി വീട് വിട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. അപ്പോൾ നവ്യം കള്ളം പറഞ്ഞാൽ അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല, പക്ഷേ എൻ്റെ മരുമകളായ നീ ഈ വലിയൊരു കള്ളം പറഞ്ഞത് എനിക്ക് എന്തായാലും അംഗീകരിച്ച് തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നീ എൻ്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു എന്നാണ് കേട്ടോ നയനയോട് ദേവയാനി പറയുന്നത്. അപ്പോൾ എന്തായാലും വീട് വിട്ട് പോകാനായിട്ട് ദേവയാനി പോവാന്നൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങുന്ന സമയത്ത് അമ്മ ഇനിയെങ്കിലും ഒരു സത്യം മനസ്സിലാക്കിയിട്ട് പോകണമെന്ന് ആദർശ് പറയാണ് കേട്ടോ. അപ്പോൾ ജയൻ വേണ്ടാന്നൊക്കെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അച്ഛൻ എനിക്കെന്തായാലും ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് അമ്മ ഈ വീട് വിട്ട് പോകുന്നത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അമ്മ സത്യം അറിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളതിൽ പറയണം. അപ്പോൾ എന്താ മോനെ എന്നൊക്കെ മുത്തശ്ശനും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കേൾക്കാതെ ആദർശ് ആ സത്യം തുറന്നു പറയുകയാണ്. മുത്തശ്ശന് ഇനി അധികകാലം ആയുസ് ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ എന്തായാലും മുത്തശ്ശന് ക്യാൻസർ ആണെന്നുള്ളൊരു കാര്യം എല്ലാവരുടെ മുന്നിലും വെച്ച് പറയാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ഒരു ഷോക്ക് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയായിരുന്നു, പക്ഷേ അത് ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ എന്തായാലും ഇനി മുത്തശ്ശൻ നമ്മുടെ മുന്നിൽ അധികകാലം ഒന്നും ഉണ്ടാവില്ല, ജീവിച്ചിരിക്കില്ല എന്നുള്ളൊരു കാര്യം പറയാനായിട്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ഇത് കേട്ട് ഭയങ്കര സങ്കടത്തിൽ കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും ഒക്കെ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അത് തുറന്നു പറയേണ്ടി വന്നത് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ തെറ്റ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദേവയാനി വീട് വിട്ട് പോവാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതറിഞ്ഞ സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഏട്ടൻ പോലും എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ അവനെന്നല്ല ഞാനും അത് പറഞ്ഞില്ല. അപ്പോൾ എന്തിനാ എല്ലാവരുടെ ഇങ്ങനെ മനസ്സമാധാനം കളയുന്നത്, പിന്നെ ഇങ്ങനെ സമാധാനം കെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ പിന്നെ ഇങ്ങനെ ആരായാലും അത് പറഞ്ഞു പോവില്ലേ എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇങ്ങനെ മുത്തശ്ശനെ പിടിച്ച് ഇങ്ങനെ നയനയും അതുപോലെ തന്നെ മുത്തശ്ശിയൊക്കെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ പിന്നീട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും അധികകാലം ഞാൻ ഉണ്ടാവില്ല, അപ്പോൾ ആ ഉള്ള സമയം എന്നെ മനസ്സമാധാനത്തോടു കൂടി ഒന്ന് മരിക്കാൻ നിങ്ങൾ അനുവദിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശനായാലും. അപ്പോൾ എനിക്കാണെങ്കിലും ഭയങ്കര സങ്കടം വന്ന് മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനാ മോനെ വിഷമിപ്പിക്കുന്നത്, മുത്തശ്ശന് 10-75 വയസ്സായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനിയനെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നീട് എല്ലാവരും അവിടെ നിന്ന് പോകുന്ന സമയത്ത് ജലജയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ, കിളവന് രോഗം വരാൻ കണ്ടൊരു സമയം എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ ദേഷ്യത്തോടുകൂടി. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്നിട്ട് എന്താ എന്നോട് ഈ കാര്യങ്ങളൊന്നും പറയാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു, ഈ കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് തന്നോട് പറയാതിരുന്നതെന്ന് പറയാണ്. അപ്പോൾ ദേവയാനിയാണെങ്കിലും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എൻ്റെ മരുമോൾ ഇവിടെ നിന്നോട്ടെ, ഞാൻ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല എന്ന് പറയാണ് കേട്ടോ. പിന്നീട് നയനിനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മോളിങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് മാറാത്ത കൂട്ടത്തിലാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത്തവണ കൂടി അത് വേണമെന്ന് പറയാണ്. അപ്പോൾ മോൾക്ക് ഇവിടെ വന്ന ശേഷമായിട്ട് ആയിരിക്കും ഇങ്ങനെ വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനൊന്നും സാധിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് മോള് പോകരുത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ കാലം കഴിഞ്ഞാലും മോള് ഇവിടെ വേണം തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞപ്പോഴാണ് ഞങ്ങളും അറിയുന്നതെന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, തൻ്റെ വൃത്തികെട്ട നാവ് കൊണ്ട് കള്ളം പറയാതെ ഇറങ്ങി പോടോ എന്നൊക്കെ പറയണം. അപ്പോൾ മുത്തശ്ശൻ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ, ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടത് ആരാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഞാനൊരു മനുഷ്യനായതുകൊണ്ടാണ് അവരെ ഇവിടുന്ന് ഇറക്കി വിടാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ജലജയ്ക്കാണെങ്കിലും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അനന്തപുരി തറവാട്ടിൽ ആര് നിൽക്കണം പോകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കിപ്പോഴും ഉണ്ടെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുകയാണ് ജലജ അതൊക്കെ കേൾക്കുന്ന സമയത്തായാലും. ജലജ അങ്ങനെയൊക്കെ പറയുമ്പോൾ ജയനാണെങ്കിലും ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അച്ഛന് ഈ രോഗമുള്ള അവസ്ഥയിലെങ്കിലും തനിക്കൊന്ന് നാവടിക്കൊന്നും മിണ്ടാതെ നിന്നോടെ എന്നൊക്കെ ചോദിച്ചിട്ട് ജലജനോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അദ്ദേഹം ഒന്ന് വന്നേന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിലും അവിടുന്ന് വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. പിന്നീട് ദേവയാനിയോട് നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ ഒരിക്കലും ഇവിടെ ആരെയും ചീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല എന്ന് പറയും. അപ്പോൾ ദേവയാനി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, മിണ്ടരുത്, നീ ഇവിടെ നിൽക്കാനുള്ള സാഹചര്യം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ, അച്ഛന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ത്യാഗം ചെയ്യുകയാണ് എന്നൊക്കെ ഇങ്ങനെ നയനയോടും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് ജയനാണെങ്കിലും ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു, അന്ന് ഒരു ദിവസം നല്ല മഴയത്ത് മോള് വീട് വിട്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ ഞാനല്ലേ ഇങ്ങോട്ട് കൈ പിടിച്ചത്, ഇപ്പോൾ അച്ഛനൊരു നിമിത്തമായി, അത്രയേ ഉള്ളൂ, ഇതുപോലെ ആരെങ്കിലുമൊക്കെ മോളുടെ കൂടെ കാണാം, മോളതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ജയനും അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് ആദർശിനോടാണെങ്കിലും ഇങ്ങനെ ഗോവിന്ദൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടില്ല, ഞാൻ എന്നും നല്ലത് മാത്രം ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്നെ ദൈവങ്ങൾ പരീക്ഷിച്ചിട്ടില്ല, പക്ഷേ ഇവളെൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി എനിക്ക് പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് നയനയോടാണെങ്കിലും ഇങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് ഇവിടെ നിൽക്കാൻ ഒരു താല്പര്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം,
അപ്പോൾ എന്തായാലും മോള് മുത്തശ്ശിന് വേണ്ടിയിട്ട് ഇവിടെ പിടിച്ചു നിൽക്കണം, ആരെന്തൊക്കെ പറഞ്ഞാലെന്ന് പറയുമ്പോൾ ജലജ വീണ്ടും കളിയാക്കിക്കൊണ്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നാണല്യ മാനല്യ അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറയുന്നുണ്ട്, ആരെ വേണേലും എന്ത് പറഞ്ഞു, പക്ഷേ എൻ്റെ അച്ഛനെ പറയരുത് എന്ന് പറയും കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, പറയൂടി, പിന്നെ വീട്ടിലുള്ളവർ പഴിച്ചു പോയാൽ കുടുംബനാഥനെ അല്ലാതെ പിന്നെ വഴിയിൽ പോകുന്നവരെ പിടിച്ച് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ചെയ്തതിനേക്കാളും തെറ്റ് നിങ്ങളുടെ മകനായ ഇവൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അതും കൂടെ കേട്ടിട്ട് കനയ്ക്ക് ദേഷ്യം വന്നിട്ട്, എടി മൂദേവി നീ മിണ്ടി പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നവ്യനെ അങ്ങ് അടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദും നൈനി എല്ലാവരും തന്നെ കനകേനെ പിടിച്ച് മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ എൻ്റെ മൂത്ത ചേച്ചീനെ വേണമെങ്കിൽ എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ എൻ്റെ നയനേച്ചീനെ പറയരുത്, എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം. അപ്പോഴും അതുപോലെ തന്നെ പറഞ്ഞാൽ നീ എന്ത് ചെയ്യടി, നീ വലിയ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും പറയും, തെറ്റ് ചെയ്താൽ ഞാൻ അത് എവിടെയും പ്രതികരിക്കും, പക്ഷേ ഇവിടെ ഇങ്ങനെ പ്രതികരിക്കാത്തത് എൻ്റെ 2 ചേച്ചിമാർ ഇവിടെ ആയിപ്പോയതുകൊണ്ടാണ്. പക്ഷേ നയനേച്ചിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞവർ എല്ലാവരും അനുഭവിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താടി എന്നെ അടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ പ്രശ്നം എന്താക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നന്ദുവിനോട് ഇനിയിപ്പോൾ ഒന്നും പറയേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് അവർ പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നയനിയാണെങ്കിലും ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ മോൾക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് അച്ഛനറിയാം. മോളിനി ഇവിടെ ഒരു അധികപ്പറ്റാണെന്ന് ആദർശിൻ്റെ അമ്മേൻ്റെ സംസാരത്തിൽ തന്നെ ഇങ്ങനെ മനസ്സിലായതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നവ്യനെ കുറിച്ചാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല എന്ന് കരുതി തന്നെയാണ് ഇനി ഞങ്ങൾ ജീവിക്കാൻ പോകുന്നത്, എൻ്റെ ഇങ്ങനെയുള്ള മൂത്ത മോള് മരിച്ചുപോയി എന്ന് ഉള്ളതിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത്, ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മതിയല്ലോ, ഇനിയിപ്പോൾ അവളിവിടെ കിടന്ന് ഇതാക്കിക്കൊള്ളു, മറ്റുള്ളവരുടെ സമാധാനം കളയാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജി നന്നായിട്ട് അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കരച്ചിൽ നിർത്താനൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കും ആദർശും ജയനും ദേവ്യാനിയും കൂടെ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കാര്യം തുറന്നു പറഞ്ഞതിന് ആദർശിനോട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, എത്ര മനസ്സമാധാനം തെറ്റിയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സമയത്ത് ഞാനായിരുന്നെങ്കിലും അത് തുറന്നു പറഞ്ഞേനെ, ഇനിയിപ്പോൾ ആദർശിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അച്ഛൻ ഒരുപാട് സ്ട്രെയിൻ എടുത്തതല്ല, ഇനി ഒന്ന് കിടക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സ്ട്രെയിൻ എടുത്തുകൊണ്ട് കാര്യം ഉണ്ടായല്ലോ, ഞാനിമോള് ഈ വീട് വിട്ട് പോയില്ലല്ലോ എന്ന് പറയാണ്. പിന്നെ ദേവേനെയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനി അവളെ ഞങ്ങളാരും പറഞ്ഞു വിടില്ല എന്ന് അച്ഛന് വാക്ക് തന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതുകൊണ്ടായില്ല, മോൾക്ക് കിട്ടേണ്ട സ്നേഹം മോൾക്ക് കിട്ടണം, അല്ലാതെ മരിച്ച് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം അതുപോലെ തന്നെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശന് ഇനി ഒരു 100 വർഷം കൂടെ ജീവിക്കുന്നു, അപ്പോൾ ഇനിയിപ്പോൾ ആരും ഇങ്ങനെ 175 വയസ്സ് വരെയൊന്നും ഇങ്ങനെ ഇതാക്കി കണ്ടിട്ടില്ല, ഏറിപ്പോയാലൊരു 120 വയസ്സ് വരെ, എത്ര കാലം ജീവിക്കുന്നു എന്നതിലല്ല, ആ ജീവിച്ചിരിക്കുന്ന കാലം മനസ്സമാധാനത്തോടു കൂടി ജീവിക്കണം, അതാണ് ഞാൻ പറയാറില്ലേ എന്നിങ്ങനെ ഞാൻ പറയാറില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് വേണ്ടതെന്നുള്ളതിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നയനമോളെ ഇവിടുന്ന് പറഞ്ഞയക്കാതിരിക്കാൻ വലിയൊരു കാരണമുണ്ട്, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരിക്കലും മനസ്സിലാവും, അങ്ങനെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആർക്കും മനസ്സിലായില്ലെങ്കിൽ നിനക്കത് മനസ്സിലായിക്കോളും, അതിനപ്പുറത്ത് വലിയൊരു കാര്യമുണ്ട് എന്ന് ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ. പിന്നീട് ഇങ്ങനെ മുത്തശ്ശീനോടാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ലോകത്ത് ഇങ്ങനെ ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് ജീവിച്ചിരിക്കുന്നതാണ് കഠിനമായിട്ടുള്ളൊരു കാര്യം, പക്ഷേ ഇതിപ്പോൾ ഞാനല്ലേ ആദ്യം പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശീനെ ഇതാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നും തന്നെ ഇങ്ങനെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പക്ഷെ ഭാര്യയുടെ കടമകളും ഒന്നും തന്നെ ചെയ്ത് കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട്, അങ്ങനെയുള്ളവരെ ഇങ്ങനെ ദൈവം പരീക്ഷിക്കും, ഭാര്യ പോയിട്ട് ഭർത്താവിന് ഇങ്ങനെ ഭാര്യയുടെ വില മനസ്സിലാക്കി കൊടുക്കും, ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ വിധി എന്നെ പരീക്ഷിച്ചാലും എന്നെ ഇങ്ങനെ ശുശ്രൂഷിക്കാൻ ഇവിടെ ഒരാളുണ്ട്, അത് വേറെ ആരുമില്ല, നൈനമോളാണ് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഗോവിന്ദനും എല്ലാവരും പോകാനായിട്ട് ഇറങ്ങാണ്. അപ്പോൾ നൈനയാണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും പിന്നീട് നൈനയോടും കനകയൊക്കെ പറയുന്നുണ്ടായിരുന്നു, മോൾക്കെങ്കിലും ഇത് അമ്മേനോട് തുറന്നു പറയായിരുന്നു, അത് വലിയൊരു തെറ്റായി പോയി മോളെ എന്ന് പറയാണ്. അപ്പോൾ കുറച്ചുകൂടെ മുന്നേ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങളിവിടെ അറിയിക്കുമായിരുന്നില്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നന്ദും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ചേച്ചി എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യുന്നല്ലേ, എന്നിട്ട് എന്താ എന്നോട് ഇത് പറയാതിരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നവ്യ അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ അത് പറയാതിരുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മളോട് ആരോട് സ്നേഹമില്ലാത്ത അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ, എൻ്റെ മൂത്ത മോൾക്ക് വേണ്ടിയിട്ടാണല്ലോ മോള് ഇങ്ങനൊരു കള്ളം പറഞ്ഞത്, എന്നിട്ടിപ്പോൾ അവിടെ മോളായില്ലേ വലിയ തെറ്റുകാരി, ഇനിയിപ്പോൾ ഇങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് മോള് ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്നാണ് അച്ഛൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ.
എന്തായാലും ഇപ്പോൾ ഇങ്ങനെ മോൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിലേക്ക് വരണമെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ സാഹചര്യം അങ്ങനെ ആയി പോയില്ലേ. ഇങ്ങനെ മുത്തശ്ശൻ്റെ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എങ്ങനെയായാലും ഇവിടെ പിടിച്ചു നിൽക്കുന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് ആദർശിന് ഇങ്ങനെ നവ്യനോടായിരിക്കില്ലേ ശത്രുത, മോളോടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയാണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.